ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇന്നലെ ബ്രേവ് വൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 37 വയസ്സാകുമായിരുന്നു എന്ന്. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. എന്തായാലും WWE അദ്ദേഹത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് നേരെ നമ്മുടെ അലക്സ ബ്ലിസ് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കമൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വി മിസ് യു വിന്തം, ഹാപ്പി ബർത്ത്ഡേ. അലക്സ ബ്ലിസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം അലക്സ ബ്ലിസ് അതുപോലെ തന്നെ ബ്രേവ് വൈറ്റ് ആ ഒരു കോംബോ കുറേ നാൾ കൊണ്ട് നടക്കുന്ന ഒരു കോംബോയാണ്. ബട്ട് എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആയി. പക്ഷേ അത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. അതായത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് അവർക്ക് ഒരിക്കലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോ ഇനി അത് കൊണ്ടുവരാനും പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. സോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് തന്നിട്ടാണ് ബ്രേവ് വൈറ്റ് നമ്മളോടെല്ലാം ഇവിടെ പറഞ്ഞത്. എന്നാലും അലക്സ ബ്ലിസ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അടി കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ ട്രിപ്പിൾ എച്ച് നടത്തിയിട്ടുണ്ട്. ആ ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൂർണമെൻറ്റ് വിജയിക്കുന്ന വ്യക്തി, അതായത് കിങ് ആരാണോ ആവുന്നത്, ക്വീൻ ആരാണോ ആവുന്നത്, ആ ഒരു വ്യക്തിക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഒരു അവസരം, അതും സമ്മർ സ്ലാമിൽ മെയിൻ ഇവൻറ്റ് ചെയ്യാം എന്നൊരവസരമാണ് കിട്ടാൻ പോകുന്നത്. അതായത് റോയൽ റംബിൾ വിജയിക്കുന്നവർക്ക് റസൽമേനിയയിൽ മെയിൻ ഇവൻറ്റ് ചെയ്യാം എന്ന, അതായത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ച് മെയിൻ ഇവൻറ്റ് ചെയ്യാം എന്ന രീതിയിൽ പോലുള്ളൊരു അവസരം തന്നെയാണ് സമ്മർ സ്ലാം, അതായത് ഈ ഒരു കിങ് ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റ് ബന്ധപ്പെട്ട് ലഭിക്കാൻ പോകുന്നു. സോ അതൊരു വലിയൊരു അവസരം തന്നെയാണ് ആര് വിജയിച്ചാലും കിങ് ഓഫ് ദി റിംഗ് ടൂർണമെൻറ്റ്. സത്യം പറഞ്ഞാൽ ഇതുവരെ കിട്ടാത്തൊരു അവസരമാണ്. സാധാരണയായിട്ട് നമുക്കറിയാം ചിലപ്പോൾ അവർക്കൊരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു റോയിലോ സ്മാക്ക് ഡൗണിലൊക്കെ കൊടുക്കുന്ന സംഭവമാണ്. പക്ഷേ ഇപ്പോൾ അത് സമ്മർ സ്ലാം നമുക്കറിയാം റസൽമേനിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദി പ്രത്യേകിച്ച് വലിയ സ്റ്റിപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത വലിയൊരു ഷോയാണ്. സോ ആ ഒരു ഷോയിലേക്ക് കിട്ടുക എന്നുള്ളത് വേറെ ലെവലൊരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു സംഭവം ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്തതോടുകൂടി ആ ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു PLEയുടെ ഒരു ഹൈപ്പ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു വാർത്തയും കൂടെ സമ്മർ സ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് സമ്മർ സ്ലാം 2026 2 ദിവസമായിരിക്കും. അതായത് റസൽമേനിയ പോലെ ആയിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിൽ സമ്മർ സ്ലാം 2026 മിനിസോട്ടയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അത് 2 ദിവസമായിട്ടാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്നു എന്നല്ല, ഏതാണ്ട് കൺഫേം. അതുപോലെ തന്നെ ഇനിയുള്ള പല പേപ്പർ വ്യൂസും 2 ദിവസമാക്കാൻ WWE ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം റസൽമേനിയ ഡേ 1ഉം ഡേ 2ഉം വെച്ചുകൊണ്ട് അവർക്ക് വലിയ പ്രോഫിറ്റാണ് ഉണ്ടാകുന്നത്. അതായത് 2 ദിവസത്തെ ടിക്കറ്റാണ് വിറ്റുപോകുന്നത്. അതായത് അടുപ്പിച്ച്, അതായത് ഡേ 1 വരുന്നവർ ഡേ 2ലും കാണാൻ വരും. സോ അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ടിക്കറ്റാണ് അവർക്ക് ഇടുന്നത്. വൻ പ്രോഫിറ്റാണ്. സോ അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും ഇനി പല പേപ്പർ വ്യൂസും ഡേ 1ഉം ഡേ 2ഉം വെക്കാൻ പോകുക എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും കണ്ടു തന്നെ അറിയണം. അടുത്ത അപ്ഡേറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം സമ്മർ സ്ലാം 2026 മാറ്റിയിരിക്കുകയാണ്, മിനിസോട്ടയിലാണ്. സോ അതുകൊണ്ട് തന്നെ ബ്രോക്ക് ലെസ്നർ ഹോം ടൗൺ ആണ് അവിടെ. സോ അവിടെ വെച്ച് ബ്രോക്ക് ലെസ്നർ റിട്ടയർ ചെയ്യും, അത് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. റസൽമേനിയ 41 റിട്ടയർ ചെയ്യാനിരുന്നതായിരുന്നു ബ്രോക്ക് ലെസ്നർ. പക്ഷേ മിനിസോട്ടയിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്കാക്കിയായിരുന്നു റസൽമേനിയ 41. സോ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന റസൽമേനിയ 41 സമ്മർ സ്ലാം 2026, അതായത് ഡേ 1 ഡേ 2 നടക്കുന്ന ആ ഒരു വലിയ സമ്മർ സ്ലാമിൽ നമ്മുടെ ബ്രോക്ക് ലെസ്നർ റിട്ടയർ ചെയ്യും, വിരമിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ ഇത് എത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണെന്നറിയില്ല, ഒരു റൂമർ മാത്രമാണ്. എന്തായാലും അതിന് ഹോം ടൗൺ ആണ്, ചിലപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ച് വിരമിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കാം. എപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അതായത് ബ്രോക്ക് ലെസ്നർ റിട്ടേൺ പോലും ചെയ്തില്ല, അതിന് മുമ്പ് അവർ റിട്ടയർ ചെയ്യുന്ന കാര്യം പറയാൻ തുടങ്ങിയെന്ന്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ പറയുന്നൊരു കാര്യമായിരിക്കും, ആദ്യം ഒന്ന് റിട്ടേൺ ചെയ്തിട്ട് എന്നിട്ട് റിട്ടയർ ചെയ്യാമെന്ന്. എന്തായാലും അദ്ദേഹം റിട്ടയർ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഇനി അദ്ദേഹം WWEക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം അദ്ദേഹത്തിന് WWE കൊണ്ട് വലിയൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ പറ്റി. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ മുന്നേ അദ്ദേഹത്തിന് നോക്കാൻ സാധിക്കില്ല, അത്രത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം WWEക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ബ്രോക്ക് ലെസ്നറാണ്. സോ അദ്ദേഹത്തിന് ആവശ്യം പോലെ പൈസയുണ്ട്. സോ അദ്ദേഹം WWE വന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അദ്ദേഹത്തിന് പേഴ്സണലി പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, കുറച്ചുകൂടെ പൈസ കിട്ടുമെന്നേ ഉള്ളൂ. സോ ഇതിന് ഇപ്പോഴേ ആവശ്യത്തിലധികം പൈസ ഉണ്ട്. സോ എനിക്കറിയില്ല, മിക്കവാറും അദ്ദേഹം ഓൾറെഡി റിട്ടയർ ചെയ്തെന്നാണ് എൻ്റെ മനസ്സിൽ എനിക്കുള്ളൊരു കാര്യം. കാരണം വലിയൊരു ഇൻസിഡൻ്റാണ്, അതേക്കുറിച്ച് വളരെ മോശമായ കാര്യം, അദ്ദേഹത്തിന് കോടതിയിൽ പോകേണ്ടി വന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. ബട്ട് ഇവിടെ എല്ലാവരും റിട്ടേൺ ചെയ്യുമെന്ന് പറയുന്നു, അദ്ദേഹം മിനിസോട്ടയെ വെച്ച് റിട്ടയർ ചെയ്യുമെന്ന് പറയുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ.